നമ്മൾ ആരെയും സ്വർഗക്കാരനുമാക്കണ്ട, നരകക്കാരനുമാക്കണ്ട. ചില ആളുകൾ അങ്ങനെയാണ്, പെട്ടെന്ന് നരകക്കാരനാക്കും. നമ്മൾ അങ്ങനെ ആരെയും സ്വർഗക്കാരനോ നരകക്കാരനോ ഒന്നും ആക്കണ്ട. ആർക്കും അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്താൻ ഒരു സെക്കൻഡ് മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. ഒരാൾക്ക് നന്നാവാൻ ഒരു റമദാൻ വേണമെന്നില്ല. അയാൾക്ക് തോന്നി എനിക്ക് നന്നാവണം, ഉടനെ തന്നെ ചെയ്യുന്ന തെറ്റിൽ നിന്ന് അയാൾ മാറി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു എല്ലാ തെറ്റും പുറത്തു പോകും. അതുകൊണ്ട് നമ്മുടെ മുമ്പിലൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി തുറക്കപ്പെട്ട് കിടക്കുകയാണ്. കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. കഴിഞ്ഞതെല്ലാം അള്ളാഹു മാപ്പ് നൽകട്ടെ, കഴിഞ്ഞതെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഇപ്പൊ രണ്ട് മരുന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഒരു ആയത്തോതിക്കൊണ്ട് രണ്ട് മരുന്നുകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ട് മരുന്നുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, രണ്ട് മരുന്നുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് മരുന്നുകൾ. ഏതാണ് ആ രണ്ട് മരുന്ന്? ഈ രണ്ട് മരുന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് ഇറങ്ങൂല. മഴയില്ലാതെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല, മഴ നൽകിക്കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല, കൊടുങ്കാറ്റ് കൊണ്ട് പരീക്ഷിക്കൂല, ക്ഷാമം കൊണ്ട് പരീക്ഷിക്കൂല, വരവർദ്ധനവ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല, രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല. രണ്ട് മരുന്നുണ്ട്, ആ രണ്ട് മരുന്ന് ഉപയോഗിച്ചാൽ മതി. ഒന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹു നമ്മെ ശിക്ഷിക്കൂല എന്നാ പറഞ്ഞത്. എന്നാൽ നബി തങ്ങൾ വഫാത്തായാൽ ശിക്ഷകൾക്ക് സാധ്യതയുണ്ട്. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിക്ഷയില്ല, വഫാത്തായാൽ ശിക്ഷയുണ്ട്. നബി തങ്ങൾ വഫാത്തായില്ലേ, ഇനി ശിക്ഷകൾക്ക് സാധ്യതയുണ്ട്. ഇനി ശിക്ഷയെ തടയാനുള്ള മരുന്ന് ഇസ്തിഗ്ഫാർ ചെല്ലുന്ന കാലത്തോളം എല്ലാവരും ഇസ്തിഗ്ഫാർ ചെല്ലണം. ഒരു വീട്ടിലുള്ള മുതിർന്നവരായ ആളുകൾ, ഉമ്മ, ഉപ്പ, വല്ലിപ്പ, വല്ലിമ്മ, മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും ഇസ്തിഗ്ഫാർ ചെല്ലണം. ആ ഉത്തരവാദിത്വം ഉമ്മമാർ ഏറ്റെടുക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്വം സഹോദരിമാർ ഏറ്റെടുക്കണം. നിങ്ങൾ ചൊല്ലണം, നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ചെല്ലിക്കണം, നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെല്ലിക്കണം. 100 ഇസ്തിഗ്ഫാർ, മൊത്തത്തിൽ ഒരു 100, മാക്സിമം മിനിമം ഒരു മൊത്തത്തിൽ രാവിലെയും രാത്രിയായിട്ട് ഒരു 100, അല്ലെങ്കിൽ രാവിലെ ഒരു 100, രാത്രി ഒരു 100. 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ എത്ര സമയം വേണം? 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ എത്ര സമയം വേണം? 10 മിനിറ്റ് വേണം? 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് മതി. 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലാൻ 5 മിനിറ്റ് മതി, 10 മിനിറ്റ് പോലും ആവശ്യമില്ല. ഉമ്മമാർ ഉറപ്പിക്കണം ആ വിഷയം. ഈ നാട്ടിലുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും 100 ഇസ്തിഗ്ഫാർ ദിവസവും ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയും ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണം. എങ്കിലും മഴ വരും, അള്ളാഹു മഴ തരും, കോഴിച്ചൊരിയുന്ന അനുഗ്രഹീതമായ മഴ തരും, മക്കളെ തരും, സമ്പത്ത് തരും, എല്ലാ സൗകര്യങ്ങളും തരും. ഇസ്തിഗ്ഫാർ ചെല്ലണം. എങ്ങനെ ചെല്ലണമെന്ന് ശേഷം പറയും ഞാൻ ഇൻഷാ അല്ലാഹ്. ഫൈദാ മളൈതു, ഞാൻ വഫാത്തായാൽ, നബി തങ്ങൾ പറയുകയാണ്, ഞാൻ വഫാത്തായാൽ തറക്തു ഫീഹിമുൽ ഇസ്തിഗ്ഫാർ, ഞാൻ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനെ ഇട്ടേച്ചു പോവുകയാണ്. നിങ്ങളുടെ കൈകളിലേക്ക് ഞാൻ ഇസ്തിഗ്ഫാറിനെ തരുകയാണ്. ഏതുവരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അഹ്സനു ഇസ്തബ്ശറു വഇദാ അസാഉ ഇസ്തഗ്ഫറു. നബി തങ്ങളുടെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, നന്മ ചെയ്താൽ സന്തോഷിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ, തിന്മ ചെയ്താൽ ദുഃഖിക്കുന്നവരിലും എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. തെറ്റു ചെയ്താൽ നമ്മൾക്കൊരു ഖേദം വേണം. ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്, ആരും ന്യായീകരിക്കരുത്. നമ്മളൊരു തെറ്റു ചെയ്താൽ, തെറ്റാണെന്ന് ഒരാൾ ഉണർത്തിയാൽ തെറ്റ് തന്നെയാണ്, ഞാനത് ചെയ്തു എന്ന് പറയണം. അല്ലാതെ ആ തെറ്റിനെ നന്മയാക്കി ന്യായീകരിക്കാൻ നമ്മൾ ആരും ശ്രമിക്കാൻ പാടില്ല.
നന്മ ചെയ്താൽ ഒരു സന്തോഷം വേണം, തിന്മ ചെയ്താൽ ഖേദം വേണം. ഇത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്, ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ചൊല്ലാം. അതിൽ ഏറ്റവും ചെറുതാണ് അസ്തഗ്ഫിറുല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഏറ്റവും ചെറിയ ഇസ്തിഗ്ഫാറാണ്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ ബുനയ്യ, പൊന്നുമോനെ, അഫ്വിദ് ലിസാനക അല്ലാഹുമ്മ ഗ്ഫിർലി. എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോനെ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം മോനെ. ഫഇന്ന ലില്ലാഹി സാഅത്ത്, എല്ലാ ദിവസവും ചില സമയങ്ങളുണ്ട്, ലാ യറുദ്ദു ഫീഹാ സായില, ആ സമയത്ത് അല്ലാഹു തആല ചോദിക്കുന്നവരെ തട്ടിക്കളയൂല. എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുന്ന ഇജാബത്തിന്റെ സമയം എല്ലാ ദിവസവും എല്ലാ രാത്രിയിലുമുണ്ട്. അതുകൊണ്ട് എല്ലാ സമയത്തും അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു ഇജാബത്ത് നൽകുന്ന സമയവും നിന്റെ വായയിലൂടെ കടന്നു വരുന്ന ഇസ്തിഗ്ഫാറും ഒരേ സമയത്തായാൽ നീ അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാരി ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം, വീട്ടിൽ വെച്ച് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഫീ തുറുഖികും, നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഫീ അസ്വാഖികും, നിങ്ങളുടെ അങ്ങാടികളിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഫീ മജാലിസികും, നിങ്ങൾ ഇരിക്കുന്ന മജ്ലിസുകളിൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. വഅൈനമാ കുൻതും, നിങ്ങൾ എവിടെ പോയാലും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണം. ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ, എവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഇറങ്ങുക എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ സമയത്തും ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണമെന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി കുല്ല യൗമിൻ അൽഫ മറ, എല്ലാ ദിവസവും 1000 തവണ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ 1000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, തൂബ, വിജയിച്ചിരിക്കുകയാണ്, തൂബ, വിജയിച്ചിരിക്കുകയാണ്. ആര്? ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ, നന്മയുടെ ഏടിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ കണ്ടെത്തിയാൽ, ഒരാളുടെ നന്മയുടെ ഏടിൽ ഇസ്തിഗ്ഫാർ ഒരുപാട് ഉണ്ടായാൽ അയാൾ വിജയിച്ചിരിക്കുകയാണ് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്തിഗ്ഫാർ നിരന്തരമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഒരു 3 തവണ ഉറക്കെ ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഞാൻ നിർത്താണ്, സമയം 12 മണിയായി. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തൂബ, വിജയിച്ചിരിക്കുകയാണ്. ആര്? ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കതീറാ, ഒരാളുടെ നന്മയുടെ ഏടിൽ ഇസ്തിഗ്ഫാർ ഒരുപാടുണ്ടായാൽ അയാൾ രക്ഷപ്പെടുമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാരി, ഒരാൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ, അയാളുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ അയാളുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജാ, അയാളുടെ കുടുസിനെ അല്ലാഹു മാറ്റിത്തരും. ഒരു തടസ്സം, ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, എന്ത് തുടങ്ങിയാലും മെച്ചുണ്ടാവൂല, എല്ലാറ്റിനും ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പരിഹാരമാണ് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. വമിൻ കുല്ലി ളീഖിൻ മഖ്റജാ, എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുമെന്നാണ് പറഞ്ഞത്, എല്ലാ വിഷമങ്ങളും മാറുമെന്നാണ് പറഞ്ഞത്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു തആല റിസ്ഖിനെ നൽകുമെന്ന്, അല്ലാഹു സമ്പത്തിനെ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറും അധര വ്യായാമമായാൽ പോരാ, നാവ് കൊണ്ട് ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ടും പറയണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോ ഖൽബ് സിനിമാ തിയേറ്ററിലാണ്, ഖൽബ് ഹൃദയം ഏതെങ്കിലും കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല. കൂലിട്ടോ, മാറ്റങ്ങൾ ഉണ്ടാവില്ല. മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഇസ്തിഗ്ഫാർ മനസ്സുകൊണ്ടും നാവുകൊണ്ടും ഒന്നിച്ചു ചെല്ലണം, വെറും വ്യായാമമായി മാറരുത്.
അൽ ഇസ്തിഗ്ഫാറുല്ലദീ യംനഉൽ അദാബ, അല്ലാഹുവിന്റെ ശിക്ഷയെ തടയുന്ന ഇസ്തിഗ്ഫാർ, ഹുവൽ ഇസ്തിഗ്ഫാറു ബിൽ ഇഖ്ലാഇ അൻ കുല്ലി ദംബിൻ, എല്ലാ തെറ്റിൽ നിന്നും ഞാൻ മാറി നിന്നു എന്ന ഉറപ്പിച്ചതിന് ശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാള്, ഹറാമ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, എന്നിട്ട് ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെല്ലാണ്. അതുകൊണ്ടൊന്നും പാപം പൊറുക്കപ്പെടൂല. ഞാൻ തെറ്റ് ചെയ്യൂല എന്ന ഉറപ്പോടുകൂടി ഇസ്തിഗ്ഫാർ ചെയ്താലേ അള്ളാഹു പാപങ്ങളെ പുറത്തു തരൂ. അൽ ഇസ്തിഗ്ഫാറു, ഇസ്തിഗ്ഫാർ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയാൻ, അൽ ഇസ്തിഗ്ഫാറു, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഏത് ഇസ്തിഗ്ഫാർ? യംനഉൽ അദാബ, ശിക്ഷയെ തടയുന്ന ഇസ്തിഗ്ഫാർ. അഥവാ മക്കളെ കിട്ടേണ്ട ഇസ്തിഗ്ഫാർ, സമ്പത്ത് ലഭിക്കേണ്ട ഇസ്തിഗ്ഫാർ, മഴ ലഭിക്കേണ്ട ഇസ്തിഗ്ഫാർ, തടസ്സങ്ങൾ നീങ്ങേണ്ട ഇസ്തിഗ്ഫാർ, വിഷമങ്ങൾ മാറേണ്ട ഇസ്തിഗ്ഫാർ. അത് ഏത് ഇസ്തിഗ്ഫാറാണ്? ഹുവൽ ഇസ്തിഗ്ഫാറു ബിൽ ഇഖ്ലാഇ അൻ കുല്ലി ദംബിൻ, അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പറയുന്ന ഇസ്തിഗ്ഫാറാണ്. വ അമ്മാ മൻ അസറ അല ദംബി, തെറ്റ് ചെയ്ത് ഇങ്ങനെ വായ നോക്കുന്നുണ്ട്, കണ്ട പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാണ്, എന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാണ്. വ അമ്മാ മൻ അസറ അല ദംബി, തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അയാൾ, എന്നിട്ട് അയാൾ ഇടയ്ക്കിടെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, നുണ പറയാ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അങ്ങനെയുള്ള ഇസ്തിഗ്ഫാർ, വതലബ മിനല്ലാഹിൽ മഗ്ഫിറ ഫസ്തിഗ്ഫാറുഹു ലാ യംനഉൽ അദാബ, അവന്റെ ആ ഇസ്തിഗ്ഫാർ അല്ലാഹുവിന്റെ ശിക്ഷയെ തടയൂല, അവന്റെ തടസ്സങ്ങൾ നീങ്ങാൻ കാരണമാവൂല, അവന്റെ വിഷമങ്ങൾ മാറാൻ കാരണമാവൂല. അപ്പൊ റമദാനാണ്, കയ്യിലൊരു തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുക. അത് ആരെന്തും പറഞ്ഞോട്ടെ, ആളുകൾ ഇനി മോഡലെന്നോ അല്ലെങ്കിൽ സൂഫി ചമയാണെന്നോ എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ വിഷയാക്കേണ്ട. ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല, കയ്യിലൊരു തസ്ബീഹ് മാല ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ വരും, സ്വലാത്ത് വരും, ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും. കയ്യിലൊരു ഇസ്തിഗ്ഫാറോ അല്ലെങ്കിൽ ഒരു കൗണ്ടറോ, നമ്മുടെ മോതിരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കയ്യിൽ വെക്കുക. നടക്കുമ്പോൾ അറിയാതെ വരും. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, കാണിക്കാൻ വേണ്ടി ചെയ്താൽ കൂലി കിട്ടൂല, കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളിങ്ങനെ ചെയ്യുന്നു, ആളുകൾ കണ്ടോട്ടെ, എന്താ പ്രശ്നം? ആളുകൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ നിയ്യത്ത് നന്നായാൽ മതി. അപ്പൊ ഇസ്തിഗ്ഫാർ, മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തിഗ്ഫാറിനാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. നബി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം യാത്രയിൽ ഇസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ എല്ലാവരും ഇസ്തിഗ്ഫാർ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, ഫസ്തഗ്ഫർന, ഞങ്ങൾ എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലി. നബി തങ്ങൾ പറഞ്ഞു, അത്തിമ്മുഹാ 70 മറ, 70 ഇസ്തിഗ്ഫാർ ചെല്ലിയോ, ഒരു 70 ചെല്ലണമെന്ന് പറഞ്ഞു. ഫഅത്മംനാഹ, ഞങ്ങൾ എല്ലാവരും 70 പൂർത്തിയാക്കി. ഫഖാല റസൂലുള്ളാഹ്, അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അബ്ദിൻ, ഒരു മനുഷ്യൻ, വലാ അമത്തിൻ, ഒരാണും ഒരു പെണ്ണും, യസ്തഗ്ഫിറുല്ലാഹ ഫി യൗമിൻ 70 മറ, ഒരു ദിവസം 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ഇല്ലാ ഗഫറല്ലാഹു ലഹു 700 ദംബിൻ, അയാളുടെ 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. 70 ചൊല്ലിയാൽ 700, 100 ചൊല്ലിയാൽ 1000, 200 ചൊല്ലിയാൽ 2000. നബി തങ്ങൾ പറയാണ്, 700 പാപങ്ങൾ പുറത്തു തരും 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഖദ് ഖാബ, ഒരാൾ പരാജയപ്പെട്ടു പോയി. അമില ഫി യൗമിൻ വലൈല, രാത്രിയിലും പകലിലുമായി 701 തെറ്റ് ആരെങ്കിലും ചെയ്താൽ അയാൾ പരാജയപ്പെട്ടു പോയി. അപ്പൊ ഒരു മനുഷ്യൻ ഒരു ദിവസം 700-നെക്കാളൊക്കെ കൂടുതൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ കാര്യം കഷ്ടമാണ്. 700 തെറ്റൊക്കെ ഒരാൾ ഒരു ദിവസം ചെയ്യോ? നബി തങ്ങൾ പറയാണ്, 70 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അപ്പൊ നമ്മൾ ഒരു ദിവസം കഴിയുമെങ്കിൽ 200, രാവിലെ 100, രാത്രി 100, അല്ലെങ്കിൽ ഒരു 100, ടോട്ടൽ ഒരു 100, അല്ലെങ്കിൽ മിനിമം 70 ഇസ്തിഗ്ഫാർ എങ്കിലും ദിവസവും ചെല്ലണം, മറക്കരുത്. പരിശുദ്ധ റമദാനാണ്, റമദാൻ സ്വീകരിക്കപ്പെടണം. റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം. പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കണം.